ഹായ്, ഞാൻ നീതു ജിജി. ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരിക്കലും മാറ്റമില്ലാത്ത ഒന്നല്ല. നമ്മുടെ സാംസ്കാരിക, സാമ്പത്തിക, രാഷ്ട്രീയ കാര്യങ്ങൾ മാറുന്നതനുസരിച്ച്, മനുഷ്യരുടെ ആവശ്യങ്ങൾ കൂടുന്നതനുസരിച്ച് ഭരണഘടനയിൽ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. ഒരു രാജ്യത്തിന്റെ അടിസ്ഥാന പ്രമാണമാണ് നിയമസംഹിതയായ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ മാറ്റങ്ങൾ വരുത്തുന്നതിന് നമുക്ക് അമെൻമെന്റ് ചെയ്തേ പറ്റുകയുള്ളൂ. അമെൻമെന്റ് എന്ന് പറഞ്ഞാൽ തെറ്റ് തിരുത്തുക അല്ലെങ്കിൽ മാറ്റം വരുത്തുക എന്നതാണ് എൻ്റെ അർത്ഥം. അപ്പോൾ നമ്മുടെ ഈ നിയമങ്ങളിൽ പുതിയ നിയമങ്ങൾ കൂട്ടിച്ചേർക്കാം, ഏതെങ്കിലും നിയമങ്ങൾ എടുത്തു കളയാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിയമത്തിന്റെ കൂടെ പുതിയ കാര്യങ്ങൾ എഴുതി ചേർക്കാം. ഇതെല്ലാം നമുക്ക് അമെൻമെന്റ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന എങ്ങനെയാണ് അമെൻമെന്റ് ചെയ്യുന്നത്? അതിലെ പ്രധാനപ്പെട്ട അമെൻമെന്റ് നമുക്കറിയാം. 1950 ജനുവരി 26 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത്. അത് കഴിഞ്ഞ് ഇതുവരെ നടന്നിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അവസാനം നടന്ന അമെൻമെന്റ് വരെയാണ് നമുക്ക് ഈ മൊഡ്യൂളിനകത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ 1950 ജനുവരി 26 നിലവിൽ വന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 1951 മുതൽ അത് അമെൻമെന്റിന് വിധേയമായിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നടന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അമെൻമെന്റുകളെ പറ്റിയിട്ടാണ് ഈ ഒരു മൊഡ്യൂളിനകത്ത് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് അതിൽ ആദ്യം പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്. അതിലെ ഫസ്റ്റ് വൺ, ആർട്ടിക്കിൾ 368 ഡീൽസ് വിത്ത് ദി പ്രൊസീജിയർ ഓഫ് അമെൻമെന്റ് ഓഫ് ദ പ്രൊവിഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ അമെൻമെന്റുമായി ഏറ്റവും പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 368 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 368 പറയുന്നത് എന്താണ്? അമെൻമെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങളെ കുറിച്ചിട്ടാണ് ആർട്ടിക്കിൾ 368 പ്രതിപാദിക്കുന്നത്. അതേപോലെ അതിന്റെ രണ്ടാമത്തെ ഫീച്ചറാണ് മോസ്റ്റ് ഓഫ് ദ പ്രൊവിഷൻസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ക്യാൻ ബി അമെൻഡഡ് ബൈ പാർലമെന്റ്. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ചെയ്യാനുള്ള അധികാരം അല്ലെങ്കിൽ പവർ എന്ന് പറയുന്നത് ഇന്ത്യൻ പാർലമെന്റിന് തന്നെയാണ് ഉള്ളത്. The legislature of state have no power to introduce a bill for constitutional amendment. The legislature of state have no power to introduce bill for constitutional amendment. അപ്പം ഭരണഘടനാ ഭേദഗതിക്കുള്ള ബില്ല് കൊണ്ടുവരാൻ സംസ്ഥാന നിയമനിർമ്മാണ സഭകൾക്ക് അധികാരം ഇല്ല. പാർലമെന്റിന് മാത്രമേ അമെൻമെന്റിനുള്ള ബില്ല് കൊണ്ടുവരാനുള്ള അധികാരം ഉള്ളൂ. ഇനി നാലാമത്തെ പോയിന്റ്, there are three methods of amendment. Amendment by the parliament with simple majority method, majority method and special majority method. അപ്പോൾ 3 മെത്തേഡ്സിലൂടെയാണ് നമ്മൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അമെൻമെന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഭേദഗതി ചെയ്യുന്നത്. ഒന്നാമത്തേത് സിമ്പിൾ മെജോറിറ്റി മെത്തേഡ്, 2 മെജോറിറ്റി മെത്തേഡ്, 3 സ്പെഷ്യൽ മെജോറിറ്റി മെത്തേഡ്. അപ്പൊ നമുക്ക് ഇനിയും അമെൻമെന്റ് ചെയ്യുന്ന മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദി പ്രോസസ് ഓഫ് അമെൻമെന്റ്. അതിൽ ഫസ്റ്റ് വൺ സിമ്പിൾ മെജോറിറ്റി മെത്തേഡ് ആണ്. സിമ്പിൾ മെജോറിറ്റി മെത്തേഡ് എന്ന് പറയുമ്പോൾ അതൊരു ഓർഡിനറി പ്രോസസ് ആണ്. സാധാരണ രീതിയിൽ നടക്കുന്ന ഒരു ഭേദഗതിയാണിത്. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്തെ ഒരു 20% സബ്ജക്റ്റുകൾ ഈ ഒരു മെത്തേഡിലൂടെയാണ് അമെൻമെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിൽ ചെയ്യണമെങ്കിൽ ഇപ്പൊ നമ്മുടെ പാർലമെന്റിലെ ഏത് ഹൗസിൽ വേണമെങ്കിലും, രാജ്യസഭയിലോ ലോകസഭയിലോ ഏത് ഹൗസിൽ വേണമെങ്കിലും നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള അമെൻമെന്റിന്റെ ബില്ല് കൊണ്ടുവരാവുന്നതാണ്. ആദ്യം ഏത് ഹൗസിന് വേണമെങ്കിലും കൊണ്ടുവരാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ബില്ല് അവിടെ കൊണ്ടുവന്ന് ആ ഒരു സഭയുടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ 10 മെമ്പേഴ്സ് എങ്കിലും പ്രസന്റ് ആയിരിക്കണം സഭയിൽ അല്ലെങ്കിൽ ഹൗസിൽ. സിമ്പിൾ മെജോറിറ്റി മെത്തേഡിലൂടെ എങ്ങനെയാണ് അമെൻമെന്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ദി മെമ്പേഴ്സ് പ്രസന്റ് ഇൻ ദി ഹൗസ് ഡിവൈഡ് ബൈ 2+1. അതായത് ആ ഒരു ദിവസം ആ ബില്ല് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഏത് ഹൗസിലാണോ അമെൻമെന്റിനുള്ള ബില്ല് കൊണ്ടുവരുന്നത് ആ ഹൗസിൽ അന്നത്തെ ദിവസം പ്രസന്റ് ആയിട്ടുള്ള മെമ്പേഴ്സിന്റെ എണ്ണം ഡിവൈഡ് ബൈ 2+1. ടോട്ടൽ എത്ര മെമ്പേഴ്സ് ആണ് ആ ഒരു ദിവസം ആ ഹൗസിൽ? ഇപ്പൊ രാജ്യസഭയിലാണെങ്കിൽ രാജ്യസഭയിലാണെങ്കിൽ 250 മെമ്പേഴ്സ് ആണല്ലേ ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. പക്ഷെ ആ ഒരു ദിവസം എത്ര പേരാണോ വന്നിട്ടുള്ളത് അവരുടെ എണ്ണം ഡിവൈഡ് ബൈ 2+1. അപ്പൊ ഈ ഒരു മെത്തേഡിലൂടെയാണ് അതിന്റെ പെർസെന്റേജ് അല്ലെങ്കിൽ വോട്ടിംഗ് രീതി അവിടെ നടക്കുക. അപ്പോൾ 10 പേരെങ്കിലും വന്ന് അപ്പൊ ഈ ഒരു രീതിയിലൂടെയാണ് അവിടുത്തെ വോട്ടിംഗ് മെത്തേഡ് നടക്കുക. ഇതിലൂടെയാണ് നമ്മുടെ അമെൻമെന്റ് ഭേദഗതി ചെയ്യുക. അപ്പൊ ആ അമെൻമെന്റ് ഭേദഗതി ചെയ്യുന്നത്. പക്ഷെ 10 പേരെങ്കിലും അന്ന് സഭയിൽ പ്രസന്റ് ആയിട്ടുണ്ടാവണം എന്നത് മാത്രമാണ് എടുത്തു പറയാനുള്ള ഒരു കാര്യം. അപ്പൊ ഒന്നാമത്തേത് സിമ്പിൾ മെജോറിറ്റി മെത്തേഡ് ആണ്. അതിൽ കാണേണ്ടത് എങ്ങനെയാണ്? ദ members present in the house divided by 2+1.
അപ്പോൾ ടോട്ടൽ എത്ര മെമ്പേഴ്സ് ആണോ അന്ന് പ്രസന്റ് ആയിട്ടുള്ളത് അവരുടെ എണ്ണത്തെ 2 കൊണ്ട് ഹരിച്ചിട്ട് +1. അപ്പോൾ ഈ ഒരു രീതിയിലൂടെയാണ് സിമ്പിൾ മെജോറിറ്റി മെത്തേഡ് എന്ന് പറയുന്നത്. 20% സബ്ജക്റ്റ് ആണ് നമ്മൾ ഈ ഒരു മെത്തേഡിലൂടെ അമെൻമെന്റ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു സിമ്പിൾ മെജോറിറ്റി മെത്തേഡിലൂടെ നമ്മൾ 20% സബ്ജക്റ്റുകൾ അമെൻമെന്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില സബ്ജക്റ്റുകൾ പറയാം. ഒന്നാമത്തേത് ചേഞ്ചിങ് ദ നെയിം ആൻഡ് ബൗണ്ടറീസ് ഓഫ് എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ്സ്. സംസ്ഥാനങ്ങളുടെ പേരുകളോ അതിർത്തികളോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ. അതേപോലെ തന്നെ ക്രിയേഷൻ ഓർ അബോളിഷൻ ഓഫ് ന്യൂ സ്റ്റേറ്റ്സ്. പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണമോ അല്ലെങ്കിൽ പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനങ്ങളുടെ പദവി നഷ്ടമാക്കുന്നതോ. അപ്പോൾ ഇതെല്ലാമായി ബന്ധപ്പെട്ടിട്ടുള്ള സബ്ജക്റ്റുകളും നമ്മൾ സിമ്പിൾ മെജോറിറ്റി മെത്തേഡിലൂടെയാണ് അമെൻമെന്റ് ചെയ്യുന്നത്. രണ്ടാമത്തേത് അബോളിഷൻ ഓർ ദ ക്രിയേഷൻ ഓഫ് സെക്കൻഡ് ചേംബർ ഓഫ് ദി സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. ഇപ്പൊ നമ്മൾ രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത് അബോളിഷൻ ഓർ ദ ക്രിയേഷൻ ഓഫ് സെക്കൻഡ് ചേംബേഴ്സ് ഓഫ് ദി സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. സംസ്ഥാന നിയമനിർമ്മാണ സഭയ്ക്ക് ചില സംസ്ഥാനങ്ങളിൽ 2 സഭകളുണ്ട് ഇല്ലേ? അതായത് ചില സ്റ്റേറ്റുകൾക്ക് 2 ബൈക്കമാറൽ ലെജിസ്ലേച്ചർ ഉണ്ട്. ഇന്ത്യയിൽ പ്രധാനമായിട്ടും 5 സംസ്ഥാനങ്ങൾക്കാണ് 2 ഹൗസുകൾ ഉള്ളത്. ബീഹാർ, ജമ്മു ആൻഡ് കാശ്മീർ, കർണാടക, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര തുടങ്ങിയ 5 സംസ്ഥാനങ്ങൾക്കാണ് 2 ഹൗസുകൾ ഉള്ളത്. 2 ഹൗസുകളുടെ പേര് ഓർമ്മയുണ്ടല്ലോ, ലെജിസ്ലേറ്റീവ് അസംബ്ലി ആൻഡ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ. അപ്പൊ എല്ലാ സംസ്ഥാനങ്ങൾക്കും ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന ഉപരിസഭ ഇല്ല. ബാക്കി എല്ലാ സംസ്ഥാനങ്ങൾക്കും, ഈ 5 സംസ്ഥാനങ്ങൾ ഒഴികെയുള്ള ബാക്കി സംസ്ഥാനങ്ങൾക്കൊക്കെ ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് പറയുന്ന ഒരു ഹൗസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള, അതായത് നമ്മുടെ ഈ 2 ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകരിക്കാനും അതേപോലെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ പിരിച്ചുവിടാനുമുള്ള അധികാരം നൽകുന്ന അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള അമെൻമെന്റ് നമുക്ക് സിമ്പിൾ മെജോറിറ്റി മെത്തേഡിലൂടെ നടത്താവുന്നതാണ്. അതിന്റെ ആർട്ടിക്കിളൊക്കെ ഞാൻ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. സംസ്ഥാനങ്ങളുടെ പേരുകൾ ചേഞ്ച് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് 3 and 2. അത് അവിടെ എഴുതാൻ വിട്ടുപോയിട്ടാണ്, മേലെ എഴുതിയിട്ടുണ്ട്. ദെൻ എന്താണ് സെക്കൻഡ് ചേംബറിന്റെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിളാണ് 169. ഇനി അതിൽ വരുന്ന മറ്റൊരു പോയിന്റ് ആണ് സാലറീസ് ആൻഡ് അലവൻസ് ഓഫ് പ്രസിഡന്റ്, ഗവർണേഴ്സ്, ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് എക്സെട്ര. അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ്, ഗവർണർമാര്, സുപ്രീം കോടതിയിലെ ജഡ്ജിമാര്, ഹൈക്കോടതിയിലെ ജഡ്ജിമാര്, ഇവരുടെയൊക്കെ സാലറിയും അലവൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സബ്ജക്റ്റുകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള നിയമനിർമ്മാണങ്ങളൊക്കെ ഈ ഒരു അമെൻമെന്റിലൂടെ നമുക്ക് ചെയ്യാവുന്നതാണ്. അതേപോലെ മറ്റൊരു സബ്ജക്റ്റ് ആണ് റൂൾസ് ഓഫ് പ്രൊസീജിയർ ഇൻ പാർലമെന്റ്. പാർലമെന്റിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അമെൻമെന്റ് അത് നടത്തുന്നതും സിമ്പിൾ മെജോറിറ്റി മെത്തേഡിലൂടെയാണ്. പിന്നെ യൂസ് ഓഫ് ഒഫീഷ്യൽ ലാംഗ്വേജ്. നമുക്കറിയാം ഓരോ സംസ്ഥാനത്തിനും ഓരോ ലാംഗ്വേജ് ഉണ്ട്. അപ്പോൾ ഒഫീഷ്യൽ ലാംഗ്വേജിനെ പറ്റിയുള്ള അല്ലെങ്കിൽ അതിന്റെ യൂസ് ഓഫ് ഒഫീഷ്യൽ ലാംഗ്വേജിനെ പറ്റിയിട്ടുള്ള സബ്ജക്റ്റ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അമെൻമെന്റും നടത്തുന്നത് സിമ്പിൾ മെജോറിറ്റി മെത്തേഡിലൂടെ ആണ്. അതേപോലെ തന്നെ സിറ്റിസൺഷിപ്പ്, അതേപോലെ ഡെലിമിറ്റേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസീസ്, നിയോജക മണ്ഡലങ്ങളുടെ രൂപീകരണവും പുനർനിർണയവും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട ടോപ്പിക് എല്ലാം നമ്മൾ സിമ്പിൾ മെജോറിറ്റി മെത്തേഡിലൂടെയാണ് അമെൻമെന്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഓർത്തു വെക്കണം, നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ 20% സബ്ജക്റ്റുകൾ സിമ്പിൾ മെജോറിറ്റി മെത്തേഡിലൂടെയാണ് അമെൻമെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ മെത്തേഡ് മനസ്സിലായല്ലോ, സിമ്പിൾ മെജോറിറ്റി മെത്തേഡ്. നമ്മുടെ രണ്ടാമത്തെ മെത്തേഡ് ഓഫ് അമെൻമെന്റ് എന്ന് പറയുന്നത് മെജോറിറ്റി മെത്തേഡ്. മെജോറിറ്റി മെത്തേഡിലൂടെ 60% സബ്ജക്റ്റുകൾ നമ്മൾ അമെൻമെന്റ് ചെയ്യാറുണ്ട്. ഇവിടെ എങ്ങനെയാണ് അമെൻമെന്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ടോട്ടൽ മെമ്പേഴ്സ് ഓഫ് ദി ഹൗസ് ഡിവൈഡ് ബൈ 2 + 1. ടോട്ടൽ മെമ്പേഴ്സ് ഓഫ് ദി ഹൗസ് ഡിവൈഡ് ബൈ 2 + 1. ഒരു സഭയുടെ ടോട്ടൽ സ്ട്രെങ്ത് എത്രയാണോ, രാജ്യസഭയുടെ 250 ആണെങ്കിൽ 250/2 + 1. അതുപോലെ ലോകസഭയുടെ ടോട്ടൽ മാക്സിമം സ്ട്രെങ്ത് എത്രയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഓരോ ഹൗസിന്റെ. അപ്പോൾ അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക +1. ആ ഒരു പെർസെൻറ്റേജിലൂടെയാണ് ഇവിടുത്തെ അമെൻമെന്റിന്റെ പ്രോസസ്സ് നടക്കുക. അത് കൂടാതെ ഇവിടെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. എന്താണ്? 3/2 ഭൂരിപക്ഷം ഉണ്ടായിരിക്കണം. ഏത് ഹൗസിലാണോ ആ ബില്ല് അമെൻമെന്റ് ചെയ്യാൻ പോകുന്നത് അവിടെ എന്ത് ചെയ്യണം? 3/2 പേര് അവിടെ പ്രസന്റ് ആയിരിക്കണം, അവർ വോട്ടിങ്ങിൽ പങ്കെടുക്കണം. ആ ഒരു കാര്യം. അപ്പം മെജോറിറ്റി മെത്തേഡിൽ 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തേത് എന്താണ്? ടോട്ടൽ മെമ്പേഴ്സ് ഓഫ് ദി ഹൗസ് ഡിവൈഡ് ബൈ 2 + 1 ആൻഡ് 3/2 ഭൂരിപക്ഷം. എ മെജോറിറ്റി ഓഫ് 2/3 മെമ്പേഴ്സ് ഓഫ് ഹൗസ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ്. സഭയിൽ 3/2 മെമ്പേഴ്സ് എങ്കിലും പ്രസന്റ് ആയിരിക്കണം, അവര് വോട്ടിങ്ങിൽ പങ്കെടുക്കുകയും വേണം. ഈ 2 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക്
മെജോറിറ്റി മെത്തേഡിലൂടെ അമെൻമെന്റ് നടത്താനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ ഈ ഒരു മെത്തേഡിലൂടെ അമെൻമെന്റ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ടോപ്പിക്കാണ് ഫണ്ടമെന്റൽ റൈറ്റ്സും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസും. ഇത് രണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങളൊക്കെ നമുക്ക് ഭേദഗതി ചെയ്യാനായിട്ട് നമ്മൾ മെജോറിറ്റി മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന അറിയാമല്ലോ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയുള്ള ഭാഗങ്ങളിലായിട്ടാണ് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റിയിട്ട് പഠിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി മീൻസ് DPSP, അതിന്റെ ഷോർട്ട് ഫോം ആണ്. അത് മറന്നു പോകേണ്ട, ചിലപ്പോൾ ക്വസ്റ്റിനകത്തൊക്കെ അങ്ങനെയാണ് ചോദിക്കാറുള്ളത്. അതെന്ന് പറയുന്നത് പാർട്ട് 4 ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയുള്ള ഭാഗങ്ങളിലായിട്ടാണ് നമ്മളത് പഠിച്ചിട്ടുള്ളത്. പാർട്ടികൾ ഒന്നും മറന്നു പോകേണ്ട, എത്ര തൊട്ട് എത്ര വരെയാണ്, ഏത് പാർട്ടാണ്, അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ മെജോറിറ്റി മെത്തേഡിലൂടെ നമ്മൾ 60% സബ്ജക്റ്റുകളാണ് അമെൻമെന്റ് ചെയ്യാറുള്ളത്. അതിൽ 2 പ്രധാനപ്പെട്ട ടോപ്പിക്ക് പറഞ്ഞു, ഫണ്ടമെന്റൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ടതും DPSPയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതൊക്കെ നമ്മൾ ഈ ഒരു രീതിയിലാണ് അമെൻമെന്റ് ചെയ്യുന്നത്. അതിന്റെ പെർസെന്റേജ് കാണുന്ന 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ടോട്ടൽ മെമ്പേഴ്സ് ഓഫ് ദി ഹൗസ് ഡിവൈഡ് ബൈ 2+1 ആൻഡ് എ മെജോറിറ്റി ഓഫ് 2/3 മെമ്പേഴ്സ് ഓഫ് ഹൗസ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ്. 3/2 ഭൂരിപക്ഷമെങ്കിലും ഉണ്ടായിരിക്കണം, അവർ വോട്ടിംഗിൽ പങ്കെടുക്കുകയും വേണം. അപ്പോൾ മൂന്നാമത്തെ മെത്തേഡ് ഓഫ് അമെൻമെന്റ് എന്ന് പറയുന്നത് സ്പെഷ്യൽ മെജോറിറ്റി മെത്തേഡ് ആണ്. നമ്മൾ 20% സബ്ജക്റ്റ് ആണ് ഈ ഒരു രീതിയിൽ അമെൻമെന്റ് ചെയ്യാറുള്ളത്. ഇവിടെ നമുക്ക് 3 രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഒന്നാമത്തേത് ടോട്ടൽ മെമ്പേഴ്സ് ഇൻ ദ ഹൗസ് ഡിവൈഡ് ബൈ 2+1. അതുകൂടാതെ എ മെജോറിറ്റി ഓഫ് 2/3 ഓഫ് ദ മെമ്പേഴ്സ് ഈച്ച് ഹൗസ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ്. അതായത് നമ്മൾ മെജോറിറ്റി മെത്തേഡിൽ പറഞ്ഞ 2 കാര്യങ്ങൾ ഇല്ലേ, ടോട്ടൽ മെമ്പേഴ്സ്, ഒരു സഭയുടെ ടോട്ടൽ സ്ട്രെങ്ത് എത്രയാണോ അത് ഡിവൈഡ് ബൈ 2+1. അതുകൂടാതെ സഭയിൽ 1/2 പേര് പ്രസന്റ് ആയിരിക്കണം, അവർ വോട്ടിങ്ങിൽ പങ്കെടുക്കുകയും വേണം. ഇത് നമ്മൾ മെജോറിറ്റി മെത്തേഡിൽ പറഞ്ഞതാണ് അല്ലേ. ഈ 2 കാര്യങ്ങളും അതുകൂടാതെ ഒരു കാര്യവും കൂടെ ഇതിൽ ഉണ്ടാവണം സ്പെഷ്യൽ മെജോറിറ്റി മെത്തേഡിൽ. കൺസെന്റ് ഓഫ് മെജോറിറ്റി ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ്. അപ്പോൾ സംസ്ഥാന ഗവൺമെന്റുകളുടെ സമ്മതം കൂടി നമ്മൾ വാങ്ങണം ഈ ഒരു അമെൻമെന്റ് നടത്തണമെങ്കിൽ. മെജോറിറ്റി മെത്തേഡിൽ നിങ്ങൾ പഠിച്ച 2 കാര്യങ്ങളോടൊപ്പം ഒരു എക്സ്ട്രാ ഒന്നുകൂടി വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ, കൺസെന്റ് ഓഫ് മെജോറിറ്റി ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ്. അപ്പോൾ സ്പെഷ്യൽ മെജോറിറ്റി മെത്തേഡിലൂടെ നമ്മൾ 20%ഓളം സബ്ജക്റ്റുകൾ അമെൻമെന്റ് ചെയ്യാറുണ്ട്. സ്പെഷ്യൽ മെജോറിറ്റി മെത്തേഡിലൂടെ നമ്മൾ അമെൻമെന്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇലക്ഷൻ ടു ദി പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി ലെജിസ്ലേറ്റീവ് പവേഴ്സ് ബിറ്റ്വീൻ ദി യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്, കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് തമ്മിലുള്ള അധികാര വിഭജനത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ദ സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട്, സുപ്രീം കോടതിയും ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെ അമെൻമെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇറ്റ്സ് പ്രൊസീജിയർ. ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ അമെൻമെന്റ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങളും നമ്മൾ ഈ ഒരു മെത്തേഡിലൂടെയാണ് അമെൻമെന്റ് ചെയ്യുന്നത്. അപ്പോൾ സ്പെഷ്യൽ മെജോറിറ്റി മെത്തേഡിലൂടെ 20%ഓളം സബ്ജക്റ്റുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അമെൻമെന്റ് ചെയ്യുന്നത്. അപ്പോൾ 3 മെത്തേഡ്സിനെ പറ്റിയും പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ചെയ്യുന്നത് 3 മെത്തേഡ്സിലൂടെയാണ്. ഒന്നാമത്തേത് സിമ്പിൾ മെജോറിറ്റി മെത്തേഡ്, 20%ഓളം സബ്ജക്റ്റുകൾ നമ്മൾ ആ ഒരു രീതിയിലാണ് അമെൻമെന്റ് ചെയ്യുന്നത്. രണ്ടാമത്തേത് മെജോറിറ്റി മെത്തേഡ്, 60%ഓളം സബ്ജക്റ്റ് ആണ് നമ്മൾ ആ ഒരു രീതിയിൽ അമെൻമെന്റ് ചെയ്യുക. മൂന്നാമത്തേതാണ് സ്പെഷ്യൽ മെജോറിറ്റി മെത്തേഡ്, അതും 20%ഓളം സബ്ജക്റ്റുകളാണ് ഈ ഒരു രീതിയിൽ അമെൻമെന്റ് ചെയ്യുന്നത്. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ഓഫ് ഇന്ത്യ എന്ന മൊഡ്യൂളിന്റെ ആദ്യത്തെ ടോപ്പിക്കാണ് എടുത്തിട്ടുള്ളത് ഇന്നത്തെ ക്ലാസ്സിൽ. അതായത് നമ്മൾ അമെൻമെന്റ് എന്താണെന്ന് പറഞ്ഞു, അതിന്റെ പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ ഓർമ്മയിൽ ഉണ്ടാവണം. അതേപോലെ ഇന്ത്യയിൽ അമെൻമെന്റ് ചെയ്യുന്ന 3 മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു, അതിലെ പ്രധാനപ്പെട്ട സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്നും പറഞ്ഞു. നമ്മുടെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ 1951 മുതൽ ഇതുവരെ നടന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അമെൻമെന്റുകൾ ഏതൊക്കെയാണെന്ന് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.